കാനഡയിൽ വലിയ രീതിയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വരുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ ആളുകൾ അവയെ ഉപേക്ഷിക്കുന്നത് കൂടി വരികയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്നേഹമുള്ള കുടുംബങ്ങൾ പോലും അവരുടെ പ്രിയപ്പെട്ട മൃഗങ്ങളെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത് കാനഡയിലെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നാണ് കാണിക്കുന്നത്. കാനഡയിലെ മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് രാജ്യമെമ്പാടും വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ 2 ജോലികൾ ഉണ്ടായിട്ടും മൃഗങ്ങളെ നോക്കാൻ കഴിയുന്നില്ല. ക്യാൻസർ വന്നത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ ഒരു ദമ്പതികൾക്ക് അവരുടെ വീട് ചെറുതാക്കേണ്ടി വന്നു. ഒരു പൂച്ചയ്ക്ക് മൂത്രാശയ രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ പല കാരണങ്ങളാണ് വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കാൻ. കാനഡയിൽ സാധനങ്ങളുടെ വില 2025 ജൂണിൽ 1.9% ഉയർന്നു. ഇത് സാധാരണയിൽ കൂടുതലാണ്. 2025 ഏപ്രിലിൽ തൊഴിലില്ലായ്മ 6.9% ഉയർന്നു. 2023 നവംബറിന് ശേഷം ഇത്രയും തൊഴിലില്ലായ്മ ആദ്യമായാണ്. ഏകദേശം 1.6 മില്യൺ ആളുകൾക്ക് ജോലിയില്ല എന്നാണ് പറയുന്നത്. ഒരു നായയെ നോക്കാൻ ഒരു വർഷം ഏകദേശം $4,137 ചെലവ് വരും. ഒരു പൂച്ചയെ നോക്കാൻ ഒരു വർഷം ഏകദേശം $2,849 ചെലവ് വരും. ഒരു നായക്കുട്ടിയെ നോക്കാൻ ഒരു വർഷം ഏകദേശം $5,200 ചെലവ് വരും. ഒരു പൂച്ചക്കുട്ടിയെ നോക്കാൻ ഒരു വർഷം ഏകദേശം $3,540 വരെ ചിലവ് വരും. സാധാരണയായി ഒരു മൃഗാശുപത്രിയിൽ പോകുമ്പോൾ $85 മുതൽ $130 വരെയാണ് ഫീസ്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് $215 മുതൽ $1,615 വരെയാകാം. കാനഡക്കാർ 2023 മൃഗങ്ങളുടെ ചികിത്സക്കായി ഏകദേശം $9.3 ബില്യൺ ചെലവഴിച്ചു. 2019 ഇത് $4 ബില്യൺ ആയിരുന്നു. 52% ആളുകൾക്ക് ക്യൂബെക്കിൽ വളർത്തുമൃഗങ്ങളുണ്ട്. പക്ഷേ 4.2% ഉടമസ്ഥർ മാത്രമേ നായകളെ അനുവദിക്കുകയുള്ളൂ. വീടുകളിൽ മൃഗങ്ങളെ അനുവദിക്കാത്തത് കൊണ്ട് പലരും അവയെ ഉപേക്ഷിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പലർക്കും വീട് വേണോ അതോ മൃഗങ്ങളെ വേണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ബ്ലൂംബർഗ് സർവേയിൽ പങ്കെടുത്ത 34 സാമ്പത്തിക വിദഗ്ധർ കാനഡ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് പറയുന്നത്. കാനഡ ബാങ്കിൻ്റെ കണക്കനുസരിച്ച് അടുത്ത 12 മാസത്തിനുള്ളിൽ 55% സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതയുണ്ട്. കാനഡയിലെ 74% ആളുകളും 2025 സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പേടിക്കുന്നവരാണ്. ഇതൊരു മാസം മുൻപ് 60% അമേരിക്കയുടെ നികുതികളും വ്യാപാരത്തിലെ പ്രശ്നങ്ങളുമാണ് കാനഡയുടെ സാമ്പത്തിക സ്ഥിതിയെ മോശമാക്കിയത്. കാനഡയുടെ സാമ്പത്തിക വളർച്ച 2024 1.5% ഇത് 2025 1% കുറയും. അലുമിനിയം, സ്റ്റീൽ, വാഹന വ്യവസായം എന്നിവയിൽ നികുതി ചുമത്തിയത് കാരണം 12,200 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കാനഡ ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇങ്ങനെ നികുതി ചുമത്തിയാൽ 4 മാസത്തിനുള്ളിൽ GDP കുറയാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നത് കാനഡയിലെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു ഉദാഹരണമാണ്. തൊഴിലില്ലായ്മ കൂടുന്നതനുസരിച്ച് വീടുകളുടെ വിലയും കൂടുന്നു. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് പല കുടുംബങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ട മൃഗങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇത് കാനഡയിലെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാണെന്ന് കാണിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.